ടു MS Solutions. It's me വർഷ. അപ്പോൾ മക്കളെ നമ്മുടെ +1 അലോട്ട്മെന്റിന്റെ ഡേറ്റ് ആയിട്ടുണ്ട്. 25th തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ്, ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ +1 ഏതാണ് സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്ട്രീം ഏതാണെന്നൊക്കെ നിങ്ങൾ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഓഫറാണ് പറയാൻ പോകുന്നത്. MS Solutionന്റെ +1 ബാച്ചിലേക്ക് നിങ്ങൾ AMS ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫോട് കൂടി നിങ്ങൾക്ക് ബാച്ചിൽ പഠിക്കാം. ഇനി നിങ്ങൾക്ക് 8A+, 9A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25% ഓഫർ ഉണ്ടാകും. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം മക്കളെ, അഡ്മിഷനൊക്കെ ഉറപ്പാക്കാൻ നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ബാച്ചിലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് SSLCന്റെ മാർക്ക് ഷീറ്റ്. നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, അതെന്തായാലും ജൂൺ ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ടിന്റെ ആ ഒരു കോപ്പി ഉണ്ടാവല്ലോ, ആ ഒരു മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് TC സ്കൂളിൽ നിന്ന് കിട്ടും, നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ ആധാർ കാർഡ് വേണം, ഒരു ID പ്രൂഫ് കയ്യിൽ കരുതിക്കുക. ആധാർ കാർഡ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്താണ് വേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ റീസെന്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് തിരുത്തി പുതിയ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ വേണം. എൻ്റെ SSLCന്റെ സമയത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതെല്ലാം രേഖകളൊക്കെ കയ്യിൽ കരുതുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം. കാരണം നിങ്ങൾക്ക് ഒരു OTP എൻ്റർ ചെയ്യേണ്ട, അതായത് ആ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് ഒരു OTP വരും, അത് വെരിഫൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഫോൺ നമ്പർ തന്നെ ആവശ്യമുണ്ട്. സോ അത് വേണം. പിന്നെ അതേപോലെ നിങ്ങൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ മക്കളെ. ഇനി ഉള്ളവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഇമെയിൽ ID ആവശ്യമാണ്. സോ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ അല്ലെങ്കിൽ ബോണസ് എന്നുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വേണം. പിന്നെ NCC NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾക്ക് രാജ്യപുരസ്കാരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ലിറ്റിൽ ഗൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ബോണസ് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ് സർവീസ് സർട്ടിഫിക്കറ്റ്, ആരെങ്കിലും സർവീസിലുള്ളപ്പോൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ സർവീസിലുള്ള ആളുകളുടെ മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ കാര്യങ്ങൾ. പിന്നെ ആർട്സ്, സ്പോർട്സ് ഇതിലൊക്കെ നിങ്ങൾ സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിലും സബ് ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറെ ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലാണ് നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ്റെ ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും, കാരണം നിങ്ങൾക്ക് ഇതുപോലൊരു വലിയ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആ ഒരു ഗൈഡ് വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും കാണാം. അപ്പോൾ ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ട്. കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്ലബ്ബുകളുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ഇതൊക്കെ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. അതേപോലെ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഇതൊക്കെ അവിടെ ഹാജരാക്കണം. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലാതെയാണ് നിങ്ങൾ ടിക്ക് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം.